ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ ആയല്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ നാട്ടിലെത്തിയിരിക്കുകയാണ് മക്കളെ. സ്കൂള് ക്ലോസ് ആയിട്ടില്ല, അവിടെ ഇന്ന് ക്ലോസ് ആവും. അപ്പോൾ നമ്മളൊരു മാസത്തേക്ക് ലീവ് എടുത്ത് വന്നു. മോള് ചെറിയൊരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നാട്ടിലെത്തിയിട്ട് അടിപൊളി കല്യാണം കൂടി. ആ കല്യാണ വിഷ്വൽസാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. എൻ്റെ ഉപ്പാൻ്റെ ബ്രദറിൻ്റെ മകൻ്റെ കല്യാണം. ഇത് ഹെൽത്തി നൈറ്റ്, ഇവിടെ മഞ്ഞ കല്യാണം ട്രഡീഷണലായിട്ട് നടക്കുന്ന ഒരു കല്യാണമാണ്. അപ്പോൾ അവിടുത്തെ ഫാമിലീസൊക്കെയാണ് ഇത്. എല്ലാവരും കൂടി ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് സ്വീറ്റ്സ് എല്ലാം കഴിച്ച് അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു നൈറ്റ്. അടിച്ചുപൊളി പാട്ട് കാര്യങ്ങളും എല്ലാം ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോസ് കണ്ടല്ലോ. മക്കളും പിന്നെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യും. പിന്നെ അങ്ങനെ നമ്മൾ അടിച്ചു പൊളിച്ചു. കാര്യങ്ങളൊക്കെ சந்தோஷமா ஆடும்போது இப்படி இன்னொரு போது മൈലാഞ്ചി നൈറ്റിന് ഫുഡ് കഴിക്കുക. ഇതുപോലെ മൈലാഞ്ചി ഇട്ട് വെക്കുക. ചെക്കന് കയ്യിൽ മൈലാഞ്ചി ഒരു വാഴയില ചെറുതായിട്ട് വെച്ചിട്ട് ഫാമിലീസ് മൊത്തം ഇങ്ങനെ ഇരുന്ന് മൈലാഞ്ചി എടുക്കുക. ചെക്കന് എന്താ പറയുക, കൺഗ്രാറ്റ്സ് പറയുക. ഇതൊക്കെയാണ് മൈലാഞ്ചി നൈറ്റിൽ. റെഡിട്ടത് എൻ്റെ ഉപ്പയാണ്. ഉപ്പ ഉമ്മ എല്ലാവരും ഉണ്ട്. എൻ്റെ ഉപ്പാനീൻ്റെ ഇസ്മാലപ്പ എല്ലാവരും, അവരുടെ ഫാമിലി എല്ലാവരുമായിട്ട് ഇങ്ങനെ അടിച്ച് വിളിച്ച് സംസാരിച്ച് അങ്ങനെ നൈറ്റും അങ്ങനെ കഴിഞ്ഞു. പിന്നെ മോർണിംഗ് ആയി കഴിഞ്ഞാലാണ് കല്യാണം. അങ്ങനെ 3 days നീണ്ടുനിൽക്കുന്നൊരു പ്രോഗ്രാമായിരുന്നു. അൽഹംദുലില്ലാഹ് എല്ലാം കഴിഞ്ഞു. അങ്ങനെയാണ് കണ്ണൂർ കല്യാണം. അത് കഴിഞ്ഞിട്ട് പിന്നെ സൽക്കാരം ഉണ്ടാവും. പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെക്കൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ നിങ്ങളെല്ലാം നാട്ടിൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോസ് ആയിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അടുത്ത വീഡിയോസ് ഇടാറുണ്ട്.
പാതിചിരി ചന്ദ്രികയെ പതിനാലിന്റെ ചേലൊളിയെ കാക്കനിയെ താരകമേ മതി പോലെ പ്രകാശിതയെ അഴകാലെ വിഭൂഷിതയെ അലിവാലെ ലംഘിതയെ അഴകാലെ വിഭൂഷിതയെ അലിവാലെ ലംഘിതയെ മധുരക്കിനാവിന്റെ കഥക് തുറക്കുന്ന മതിഭ്രമദായിനി പരിമളരാത്രേ അങ്ങനെ മെഹന്തി നയിച്ച് കഴിഞ്ഞു. മോർണിംഗിൽ നിക്കാഹ് ആ ടൈമിൽ രാവിലെ തന്നെ ആയതുകൊണ്ട് ഞാനും മക്കളും അതില്ല ഉമ്മയും വന്ന് ആ നിക്കാഹിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞ് അങ്ങോട്ട് വന്ന് ഞങ്ങളൊക്കെ വന്ന് ഞാൻ ഫുഡിൻ്റെ ഒന്നും വീഡിയോസ് എടുത്തില്ലല്ലോ. അപ്പോൾ മോർണിംഗിൽ ഫുഡ് ആയിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അൽസ, ചിക്കൻ ഫ്രൈ, മട്ടൻ ബീഫ് ബിരിയാണി അങ്ങനെയെല്ലാം പോകുന്നുണ്ട്. ജിലേബി, സ്വീറ്റ്സ്, പിന്നെ പാട്ടുകാർ അങ്ങനെയൊക്കെയാണ് കല്യാണ ദിവസം. പിന്നെ നിക്കാഹ് ഇന്നതിൽ അപ്പോൾ ചെക്കൻ പെണ്ണിൻ്റെ വീട്ടിൽ പോവും, മറയിൽ കൂട്ടും. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയും പെങ്ങളുമാണ്. ഒരു പെങ്ങൾ മസ്കത്തിലാണ് ഉണ്ടായത്. ഇന്നത്തെ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടാവും, അതിലുണ്ടായാലുണ്ട്. പിന്നെ ഇന്നുൻ്റെ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. പ്രോഗ്രാം അടിപൊളിയാക്കി.
പാട്ടും പ്രോഗ്രാമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ പെണ്ണിനെ ചമയ്ക്കുന്ന ചെക്കൻ്റെ വീട്ടുകാരുമായിട്ട് ചമയ്ക്കുന്ന പ്രോഗ്രാമുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവുക. കുറച്ച് ദൂരമുണ്ട്. അങ്ങനെ ഞാനും എൻ്റെ കസിൻസും അവരുടെ വീട്ടുകാരൊക്കെ ആയിട്ട് കുറച്ച് പേര് നമ്മൾ ആദ്യം പോവും. ചെക്കനെയും കൂട്ടിയിട്ട് ആണുങ്ങന്മാരൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ അവിടെ പോയി എല്ലാവരും അറിയാം പെണ്ണിനെയൊക്കെ കണ്ട് അവർ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഡ്രസ്സ് മാറ്റി കൊടുക്കാൻ പോകും. അപ്പോൾ അങ്ങനെ പോകുന്നതാണ്. ഈ വഴിയൊക്കെ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യട്ടോ. എന്നും ബാച്ചൊന്നും കല്യാണത്തിനൊന്നും കൂടാത്തതാണ്. പക്ഷെ വന്നേക്കുമ്പോൾ കല്യാണം കിട്ടി, അവർ ഹാപ്പിയായി. അവർക്കറിയില്ലല്ലോ നാട്ടിലെങ്ങനെയാണ് കല്യാണത്തിന് പങ്കെടുക്കലും. പിന്നെ മസ്കത്തിൽ ഇതുപോലെ കല്യാണം ഉണ്ടായാലും ഹാളിൽ വെച്ചിട്ട് നടക്കും. അവിടുന്ന് ഫുഡ് കഴിക്കും, തിരിച്ചു വരും. ഈ 3 days ഒന്നും എന്തായാലും പ്രോഗ്രാം അവിടെ ഒന്നും നടക്കുകയില്ല. അങ്ങനെ 3 ദിവസത്തെ പരിപാടിയും അടിച്ചു പൊളിച്ചും. പിന്നെ നാട്ടിലെത്തിയാൽ എല്ലാവർക്കും അറിയാലോ ഭയങ്കര ഈസി ആയിരിക്കും. അവിടെ പോക്കും ഇവിടെ പോക്കും അങ്ങനെ ഈസി ആയിപ്പോയി. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ടൈം ഞാൻ എല്ലാ വീഡിയോസും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ വീടും വീട്ടുകാരെയും നാടും എല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. സ്റ്റേ ട്യൂൺ. എല്ലാവരും നല്ല കട്ട സപ്പോർട്ട് ഉണ്ടാകണം. അപ്പോൾ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.